അസ്സലാമലൈക്കും. അപ്പോൾ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ അതും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ പീസ് റൈസ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ആദ്യം കടായി എടുത്തു, അതിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചത്. പിന്നെ പെരിഞ്ചീരകം, ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി. രാവിലെ ബിസി ആയിട്ട് നമ്മൾ ചോറ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു പരിപാടിയോടെ തീർക്കാം. അത് ഇക്കാന്ന് ഹസ്ബൻഡിന് ലഞ്ച് ബോക്സിൽ ഇതാണ് കൊടുത്തു വിട്ടത്. മോൻ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അവനിക്ക് പ്ലെയിൻ റൈസും എന്തെങ്കിലുമൊക്കെ ഫ്രൈ ഐറ്റംസാണ് ഇഷ്ടം. അല്ലാതെ ഇങ്ങനത്തെ ഉള്ള മിക്സഡ് ആയിട്ടുള്ളതൊന്നും കൈ കൊടുത്താൽ അവൻ കഴിക്കില്ല. സോ ഇന്ന് പിന്നെ അവന് ലീവ് ആയതുകൊണ്ട് ഇക്കാക്ക മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയതാണ്. സോ ഇന്ന് അതിൽ കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, വലിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. നിങ്ങളുടെ കയ്യിൽ ഇടാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇടാം. നമുക്ക് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ എല്ലാം നമുക്ക് എടുക്കാം. ഇതിടയിൽ ഞാൻ രാവിലത്തെ ഉപ്മാവും കൂടി ഉണ്ടാക്കിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇതെല്ലാം രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച സമയമാണ്. ഉപ്പേരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വൈതനങ്ങയോ ഉരുളക്കിഴങ്ങും കൂടി ഉപ്പേരി. ഈ ചോറിന് എന്തെങ്കിലും സൈഡ് ഡിഷ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചാണ്. സോ രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു സമയം തന്നെയാണ് രാവിലെ. ഒരു 8:30-9 മണി വരെ ഒരു തിരക്ക് പിടിച്ച രണ്ടാളൊന്ന് പോയി കിട്ടേണ്ടവരെ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. സോ ഉപ്മാവ് അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് ഒരുപാട് വയന്നിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് അങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്യട്ടെ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കണവർക്കും നല്ല ടേസ്റ്റായിട്ട് അവർക്കും കഴിക്കാം, ഉണ്ടാക്കണവർക്കും ഈസിയാണ്. ഇത് ഞാൻ ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചാണ്. ഞാൻ നന്നായി വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 വിസിലിട്ടപ്പോൾ നന്നായി വെന്ത് ഉടഞ്ഞു. ഞാൻ അത് കുറച്ചെടുത്തിട്ട് റൈസിലിട്ടു, കുറച്ചെടുത്ത് ഉപ്മാവിലിട്ടു ഗ്രീൻ പീസ്. അപ്പോൾ രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് വേവിച്ച് വെച്ചത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കുരുമുളക് പൊടി ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. പക്ഷേ ഞാനിതിൽ കുരുമുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഫ്രൈഡ് റൈസിൻ്റെ മോഡൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചുണ്ടാക്കിയതും. പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ മിക്കതും ഇട്ടിട്ടുണ്ട്. സോ ഞാൻ പൊന്നിയരിയാണ് രാവിലെ ചോറിന് വെക്കുക. അപ്പോൾ ഞാൻ ആ അരിയും കൊണ്ടാണ് ഇന്ന് ചോറ് ഉണ്ടാക്കിയത്. മറ്റേ നമ്മൾ ബിരിയാണി വെക്കുന്ന അരിയോ അല്ലെങ്കിൽ കൈമ റൈസ് അതുകൊണ്ടൊന്നും അല്ല ഉണ്ടാക്കിയത്. സാധാ പൊന്നിയരിയും കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി റൈസൊക്കെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോൻ റിഹോന് ഇഷ്ടമല്ല. അവനിക്ക് അങ്ങനെ പ്ലെയിൻ റൈസ് ഒന്നും അതിലിടാൻ പറ്റില്ല. പ്ലെയിൻ ആയിട്ടിരിക്കണം. ബിരിയാണി പോലും അത്യാവശ്യം എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ. നെയ്ച്ചോറ് ഇഷ്ടമാണ്. പിന്നെ പ്ലെയിൻ റൈസ് തന്നെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവനിക്ക് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഒരാളല്ലേ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ചെയ്തതാണ്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഇത് ഞാൻ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് ഒഴിച്ചതാണ്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ല മണവും ഒക്കെ കിട്ടുമല്ലോ. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ഒഴിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റൈസ്. ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രാവിലെ ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ തിരക്ക് പിടിച്ചിട്ടായിരുന്നു രാവിലെ എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ഞങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ടാണ് കഴിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു. റൈസ് ഒന്ന് ചൂടാക്കി കഴിച്ചു. ഉപ്മാവ് ഇത് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയം എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു രാവിലത്തെ ഒരു സമയമാണ്. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പിന്നെ പറയുന്ന പോലെ ഇതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ നമ്മൾ ചോറ് ഇറക്കി വെച്ച് ചാക്സണിൽ ഈ ചട്ടിയോടെ ഇറക്കി വയ്ക്കുക. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിലെ ചോറിനെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പണി തീർന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്.
നമുക്ക് ലഞ്ച് ബോക്സിന് പറ്റിയൊരു റെസിപ്പിയാണ്. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊന്നിയരിയും കൊണ്ട് വെക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതിനൊരു നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കണ പോലെ തന്നെ എനിക്ക് തോന്നി. ഒരു അരിൻ്റെ വ്യത്യാസം പോലെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യുകയാണ്. വേറെ ഒന്നുമില്ല, ചോറ് പിന്നെ നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി. എങ്ങനെ വെറും റൈസ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പേരി വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര ഈസിയാണ്. പിന്നെ ഞാനൊരു മാങ്ങൻ്റെ അച്ചാറും കൂടി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ.